ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന 12 ദിന യുദ്ധം ലോകത്തിൽ ചരിത്രമാണ്. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചിട്ടും ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ സമ്പുഷ്ടീകരിച്ച യുറേനിയം തന്ത്രപൂർവ്വം മാറ്റിയ ഇറാൻ അമേരിക്കയുടെ ആക്രമണം വിഫലമാക്കി മാറ്റി. മാത്രമല്ല, അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചടിയായി ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിച്ചു. ഇതോടെ തിടുക്കത്തിൽ ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന കരാറിൽ ഒപ്പിട്ടു. സമാധാന കരാർ ഒപ്പിട്ട ശേഷവും ഖൊമൈനിയും ട്രംപും കൊണ്ടും കൊടുത്തും മുന്നേറുന്നു. അമേരിക്കയുമായി ഇനി ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് ഖൊമൈനി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ശ്രദ്ധേയം. മാത്രമല്ല, ആണവായുധ പരീക്ഷണവുമായി ഇറാൻ മുന്നോട്ടു പോകുമെന്നും അസന്നിഗ്ധമായി ഖൊമൈനി പ്രഖ്യാപിച്ചു. 8 ആണവ കേന്ദ്രങ്ങൾ കൂടി റഷ്യയുമായി സഹകരിച്ച് ഇറാൻ നിർമ്മിക്കാൻ പോകുന്നു എന്ന വാർത്തയും ശ്രദ്ധേയം. ഇതിനിടയിലാണ് മറ്റൊരു സംഭവം അമേരിക്കയ്ക്കും ട്രംപിനും തലവേദനയായിരിക്കുന്നത്. അമേരിക്കയുടെ അയൽരാജ്യമായ വെനസ്വേല ട്രംപിന് തലവേദന സൃഷ്ടിക്കുന്ന രാജ്യമാണ്. ട്രംപിന് കൺമുമ്പിൽ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായി വെനസ്വേല അങ്ങനെ മാറിയിരിക്കുന്നു. വെനസ്വേലയെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എന്നാൽ വെനസ്വേലയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് മറ്റൊരു വിയറ്റ്നാമാകും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആ സൂചന പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയിലെ പ്രശസ്ത മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റാണ്. വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് വെനസ്വേലയെ അമേരിക്ക ആക്രമിച്ചാൽ കടുത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് ലഭിക്കും എന്നാണ്. അമേരിക്ക ആക്രമിക്കുന്ന സാഹചര്യം വെനസ്വേലയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ റഷ്യയുമായും ചൈനയുമായും ഇറാനുമായും അവർ നിരന്തരം ആശയവിനിമയം നടത്തുന്നു. വെനസ്വേല ചൈനയുമായി വളരെ സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ്. ചൈനീസ് ആയുധങ്ങൾ വാങ്ങാൻ വെനസ്വേല നിർബന്ധിതരായിരിക്കുന്നു. മാത്രമല്ല, റഷ്യയോടും ഇറാനോടും വെനസ്വേല ആയുധങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും, ഇറാനും റഷ്യയും, വെനസ്വേലയ്ക്ക് ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നു. ചുരുക്കത്തിൽ അമേരിക്കയ്ക്കെതിരെ വമ്പൻ ഒരു പടയൊരുക്കമാണ് വെനസ്വേല നടത്തുന്നത്. അവർ ഭീതിയിലാണ്. കാരണം അമേരിക്കയെ പോലെ ഒരു ഭീമൻ രാജ്യം കുഞ്ഞൻ രാജ്യമായ വെനസ്വേലയെ ആക്രമിക്കുമോ എന്ന ഭീതി. ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ റഷ്യയോടും ചൈനയോടും ഇറാനോടും സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഈ 3 രാജ്യങ്ങളും വെനസ്വേലയ്ക്ക് ആയുധങ്ങൾ കൈമാറാൻ തയ്യാറായിരിക്കുന്നു. അതാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തലവേദന സൃഷ്ടിക്കുന്ന റിപ്പോർട്ടാണ്. വെനസ്വേല ട്രംപിന് തലവേദന തന്നെയാണ്. ട്രംപ് വെനസ്വേലയ്ക്ക് നേരെ ആരോപിക്കുന്നത് ആ രാജ്യം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രാജ്യമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. വെനസ്വേലയിൽ നിന്ന് മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം. എന്തായാലും വെനസ്വേലയും അമേരിക്കയും കലഹിച്ച് തന്നെ നിൽക്കുന്നു. ആ കലഹം മുതലെടുക്കാൻ വേണ്ടി ഇറാൻ ശ്രമിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. വെനസ്വേലയ്ക്ക് സൈനികമായും സാമ്പത്തികമായും സഹായം നൽകാൻ ചൈനയും റഷ്യയും ഇറാനുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു. എന്തായാലും 12 ദിന യുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിൽ നടത്തിയ 12 ദിന യുദ്ധത്തിൽ തോറ്റത് ഇസ്രായേലും അമേരിക്കയുമാണ്. ഇറാന്റെ വിജയം അത് അതിജീവനത്തിന്റെ വിജയമാണ്. ഇറാന്റെ മിസൈലുകളുടെ ശക്തിയും മിസൈലുകളുടെ കൃത്യതയും അമേരിക്കയും ഇസ്രായേലും അനുഭവിച്ച് അറിഞ്ഞ യുദ്ധമാണ് 12 ദിന യുദ്ധം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇറാനുമായി ഒരു കലഹത്തിന്, കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാത്തത്. ഇറാനുമായുള്ള സംഘർഷം ട്രംപ് ഉടനടി അവസാനിപ്പിച്ചത്, ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്, ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു അപ്രഖ്യാപിത സൈനിക ഉടമ്പടി, സമാധാന ഉടമ്പടി ട്രംപ് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് ട്രംപിന്റെ കഴുകൻ കണ്ണുകൾ വെനസ്വേലയിലേക്ക് നീങ്ങുന്നത്. വെനസ്വേല എക്കാലവും അമേരിക്കയ്ക്കെതിരെ നിലകൊള്ളുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വെനസ്വേല ക്യൂബയെ പോലെ അമേരിക്കയുടെ കണ്ണിലെ കരടാണ്. ക്യൂബ എപ്രകാരം അമേരിക്കയുടെ കണ്ണിലെ കരടാണോ അതുപോലെ തന്നെയാണ് വെനസ്വേലയും. വെനസ്വേല ചൈനയുടെയും റഷ്യയുടെയും ഇറാന്റെയും പെറ്റായി മാറിയിരിക്കുന്നു. ഈ ഒരു റിപ്പോർട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. വാഷിംഗ്ടൺ
പോസ്റ്റ് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് അമേരിക്കയിൽ വലിയ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. റഷ്യക്ക് അമേരിക്കയോട് ഒടുങ്ങിയാൽ തീരാത്ത പകയുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയം നേടാൻ അമാന്തിക്കുന്നത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ്. അമേരിക്ക ആണവായുധ ശേഷിയുള്ള മിസൈലുകൾ ഉക്രൈന് നൽകാൻ തീരുമാനിച്ചതൊക്കെ റഷ്യയെ ക്ഷുഭിതരാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ എവിടെ അടി കൊടുക്കാൻ പറ്റുന്നോ അവിടെയൊക്കെ റഷ്യ കയറി അടിക്കുകയാണ്. പശ്ചിമേഷ്യ റഷ്യ പ്രത്യേകിച്ച് നോട്ടമിടുന്ന പ്രവിശ്യയാണ്. പശ്ചിമേഷ്യയിൽ റഷ്യൻ സൈനിക താവളങ്ങൾ എന്നത് പുടിൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നം പുടിന് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനെ പോലെയുള്ള സൈനിക ശക്തിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് പുടിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പുടിൻ സബലീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, ചൈനയും റഷ്യയുമായി ഇപ്പോൾ ശക്തമായ വ്യാപാര ബന്ധമാണ് നിലനിൽക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ റഷ്യയിലേക്ക് സൈനികരെ ഇറക്കിയതും ശ്രദ്ധേയം. 60,000 സൈനികരെയാണ് ഉത്തര കൊറിയ റഷ്യക്ക്, കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ ഏകാധിപതി റഷ്യക്ക് വിട്ടുകൊടുത്തത്. ഇങ്ങനെ മറ്റൊരു ലോകക്രമം ഉത്തര കൊറിയ, ചൈന, ഇറാൻ, വെനസ്വല, റഷ്യ, ഇന്ത്യ എന്നിങ്ങനെ മറ്റൊരു ലോകക്രമം അമേരിക്കയ്ക്കെതിരെ ഉയർന്ന് വരികയാണ്. അത് വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കയെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞൻ രാജ്യമായ വെനസ്വലയ്ക്ക് പോലും അമേരിക്കയെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുന്നു. ചെറു സൈനിക വൃന്ദമായ ഹമാസ് അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് രണ്ട് വർഷത്തിലധികമായി യുദ്ധം നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ 2 വർഷത്തിലധികമായി ഇസ്രായേലിനെയും അമേരിക്കയും പ്രതിരോധിക്കുന്നത് പോലെ വെനസ്വല പോലെയുള്ള കുഞ്ഞൻ രാഷ്ട്രങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടാകും. പണ്ട് വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയ അധിനിവേശവും വിയറ്റ്നാം സൈനികർ അമേരിക്കയ്ക്ക് നൽകിയ തിരിച്ചടിയും ഒക്കെ ചർച്ചയാകുന്നത് ഈ സാഹചര്യത്തിലാണ്. വിയറ്റ്നാം പോലെയുള്ള കുഞ്ഞൻ രാജ്യത്തിൽ അമേരിക്ക അധിനിവേശം നടത്തിയപ്പോൾ സോവിയറ്റ് യൂണിയൻ വിയറ്റ്നാമിനോട് ഒപ്പം നിന്നു. സോവിയറ്റ് യൂണിയന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് വിയറ്റ്നാം അമേരിക്കയെ തുരത്തിയോടിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് വിയറ്റ്നാമിൽ സംഭവിച്ചത്. അങ്ങനെ ഒരു പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇനി അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം ലോക പോലീസാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ലോക പോലീസ് തൊപ്പി അമേരിക്കയുടെ തലയിൽ നിന്ന് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു, തട്ടി നീക്കപ്പെട്ടിരിക്കുന്നു. ആ തൊപ്പി ട്രംപിന്റെ തലയിൽ വെക്കുന്നതിന് പകരം പുടിൻ്റെ തലയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അമേരിക്കയെ തകർക്കാനുള്ള ഓരോ ശ്രമത്തെയും വ്ളാഡിമിർ പുടിൻ പിന്താങ്ങുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും വെനസ്വലയെ പോലെയുള്ള ഒരു രാജ്യം അമേരിക്കയ്ക്കെതിരെ പ്രതിരോധത്തിന് ഒരുങ്ങുന്നു. ആ പ്രതിരോധത്തിന് ഒരുങ്ങുമ്പോൾ ഇറാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ എല്ലാ സപ്പോർട്ടും വെനസ്വലയ്ക്ക് ലഭിക്കുന്നു. ചൈനയുടെയും റഷ്യയുടെയും സപ്പോർട്ട് ലഭിക്കുന്നു. അതാണ് മാറുന്ന ലോകക്രമത്തിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. വാഷിങ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയ്ക്കെതിരെ 4 ചുറ്റുനിന്നും വമ്പൻ പടയൊരുക്കം തന്നെ നടത്തുന്നു ഇറാൻ.